ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ഒരു ഹൈപ്പ് കിട്ടുന്ന, ഒരുപക്ഷെ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന വളരെ പ്രമുഖമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വരാനിരിക്കുന്നു. ഈ പെൻഷൻ കൂട്ടുന്നതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ ആളുകൾ കാണുകയുള്ളൂ. പക്ഷേ വളരെ ഗൗരവമായ ഒരു വിഷയം വരുന്നു. കേരളം അതിദാരിദ്ര്യമുള്ളവർ ഇല്ലാത്ത ഒരു സമൂഹമായി മാറുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റായി മാറുന്നു. നവംബർ 1 അതിൻ്റെ പ്രഖ്യാപനം വരുന്നു. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും കുടുംബശ്രീയൊക്കെ കൂടെയാണ് ഇതിനകത്ത് വളരെ ഗൗരവമായി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഗുരുതരമായ ചില ആരോപണങ്ങളും ചില ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞുകൊണ്ട്, വ്യക്തത വേണമെന്ന് പറഞ്ഞുകൊണ്ട് 20ഓളം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന 20ഓളം പേർ സർക്കാരിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ KG താര തുടങ്ങി കുറേ അധികം ആളുകളാണ് കത്ത് കൊടുത്തിരിക്കുന്നത്. അവർ കൊടുത്തിരിക്കുന്ന, പിന്നെ ഡോക്ടർ MA ഉമ്മൻ, എല്ലാ സാമ്പത്തിക വിദഗ്ധരും, സാമൂഹ്യ നിരീക്ഷകരും, സാമൂഹ്യ ശാസ്ത്രജ്ഞരും, പരിസ്ഥിതി ശാസ്ത്രജ്ഞരും, അതായത് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാണ് കൊടുത്തിരിക്കുന്നത്. അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ വളരെ കൃത്യമാണ്. ഏത് ഇൻഡെക്സ് വെച്ചിട്ടാണ് അതിദാരിദ്ര്യം തീരുമാനിച്ചിരിക്കുന്നത്? ചില ഉദാഹരണങ്ങൾ അവർ പറഞ്ഞു. ആശാ വർക്കേഴ്സിന് 250 7,000 രൂപ കൊടുക്കുന്നു, അതിന് 30,000 ഭാഗിക്കുമ്പോൾ 263 രൂപ അല്ലെങ്കിൽ 250 രൂപയ്ക്കും ആ ഒരു റൗണ്ട് ചെയ്തുള്ള പണമാണ് ആശാ വർക്കേഴ്സിന് കിട്ടുന്നത്. അവർ അതിദാരിദ്ര്യത്തിൽ വരുമോ, അതോ പിന്നെ അതിൻ്റെ മുകളിൽ വരുമോ? പട്ടിണി ദാരിദ്ര്യമില്ലാത്തവരുടെ മുകളിൽ വരുമോ? അങ്കണവാടിക്കാർക്ക് പിന്നെ 12,000 രൂപയാണ് കൊടുക്കുന്നത്. അവർ അതിദാരിദ്ര്യത്തിൽ വരുമോ, മുകളിലേക്ക് വരുമോ? 12,000 രൂപ 400 രൂപയാണ് കിട്ടുന്നത് ദിവസം. അപ്പോൾ അത് കിട്ടിയാൽ അവർ ഇതിൻ്റെ മുകളിൽ വരുമോ? പിന്നെ അങ്കണവാടി പെൻഷൻ പറ്റിയവരുണ്ട്. പെൻഷൻ പറ്റിയവർക്കാണെങ്കിൽ 2,500 രൂപയെ കിട്ടുന്നുള്ളൂ മാസം. അത് തന്നെ എല്ലാവർക്കും കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ 2,500 രൂപ കിട്ടുന്നുള്ളൂ. അപ്പോൾ 2,500 രൂപ കിട്ടുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എത്ര വരുന്നു? പിന്നെ 100 രൂപ പോലും വരുന്നില്ല. അപ്പോൾ 100 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു തുക കിട്ടിയാൽ ഒരു പെൻഷൻ പറ്റിയ അങ്കണവാടിയിലുള്ള സംവിധാനത്തിലുള്ളവർക്ക്, പ്രത്യേകിച്ച് ഭർത്താവിനുമൊക്കെ ജോലി അവരുമൊക്കെ വളരെ സാധുക്കളായിട്ട് സാധാരണ ജോലി ചെയ്തവരായിരിക്കും. ഭർത്താക്കന്മാർ മരിച്ചു പോയവരായിരിക്കും കൂടുതലും. 62 വയസ്സ് കഴിഞ്ഞവരൊക്കെ ആകുമ്പോൾ ഭർത്താക്കന്മാർ മരിച്ചു പോയവർ കാണും, മക്കൾ ദൂരെ അങ്ങനെയുള്ള അങ്കണവാടിയുടെയുള്ള വർക്കർമാർ, പിന്നെ ആയമാർ, അതുപോലെ തന്നെ പാചകത്തൊഴിലാളികൾ, ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ പണം തന്നെ പറ്റുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർ ഏത് വിഭാഗത്തിൽ വരും? അതിദാരിദ്ര്യത്തിലേക്ക് വരുമോ, അതിൻ്റെ മുകളിൽ വരുമോ എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. 65 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഈ 65 ലക്ഷം ആളുകളിൽ എത്ര പേർക്കാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ഇല്ലാത്തൊരവസ്ഥ? ദാരിദ്ര്യം ഇല്ലാത്ത അവസ്ഥ എന്താണ്? സ്വന്തമായി നല്ല 3 നേരം ഭക്ഷണം കിട്ടണം, അതുപോലെ തന്നെ പിന്നെ അത്യാവശ്യം വാഹനം പറയുന്നില്ല, അത്യാവശ്യം പാർപ്പിടം വേണം, മറ്റ് ചെറിയ തൊഴിൽ ഇവിടെ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഒരു ഇൻഡെക്സ് ഉണ്ടല്ലോ, ഒരു പോവർട്ടി ഇൻഡെക്സ് ഉണ്ട്. ആ പോവർട്ടി ഇൻഡെക്സിനകത്ത് അവരുടെ വരുമാനം, മറ്റ് ആരോഗ്യ കാര്യങ്ങൾക്കുള്ള തുക, മറ്റ് ജീവിത സൗകര്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഈ ഇൻഡെക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അതിദാരിദ്ര്യമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുമോ? അതെന്ത് സാഹചര്യം വെച്ചിട്ടാണ് ഇത് പറയുന്നത്? അവർക്ക് എത്ര പേർ ഉണ്ടായിരുന്നു? എന്താണ് അവർക്ക് ഈ ഗവൺമെൻറ് സ്പെഷ്യലായിട്ട് കൊടുത്തത്? നാളിതുവരെ സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ അതിദരിദ്രരായിട്ടുള്ളവരെ ഇത്ര പേരെ കണ്ടെത്തി അവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല, ഇതുവരെ പുറത്തു വിട്ടില്ല. ഇനി ചിലപ്പോൾ 1-ാം തീയതി പുറത്തു വിടുമെന്ന് നമുക്കറിയത്തില്ല. ഇത്ര ലക്ഷം ആളുകൾ അതിദരിദ്രരുണ്ടായിരുന്നു, അവർക്ക് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ന ചെയ്തു കൊടുത്തു, അവരുടെ വരുമാനത്തിൽ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു, അതുകൊണ്ട് അവരെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് മാറ്റി, അതിദരിദ്രരിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് മാറ്റി, അല്ലെങ്കിൽ കുറച്ച് അടുത്ത ലെവലിലേക്ക്, ഇടത്തരക്കാരിലേക്ക് മാറ്റി എന്ന് പറയുന്നതാണോ? എന്താണ് ഇതിൻ്റെ യാഡ് സ്റ്റിക്ക് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് ഇൻഡെക്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏതാണ് ഇതിൻ്റെ ടെംപ്ലേറ്റ് എന്നുള്ളതാണ് ഈ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ സംശയം. അതൊരു ന്യായമായ സംശയമാണ്. അപ്പോൾ അതിദരിദ്ര സമൂഹമായി കേരളം ഇല്ല, അങ്ങനെ ഒരു സമൂഹമല്ല. കുറച്ചുകൂടി മുകളിലേക്ക്, മെച്ചപ്പെട്ട നിലയിലേക്ക് ആളുകളുടെ സ്ഥിതി മാറ്റുന്നു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു യാഡ് സ്റ്റിക്ക്, എന്താണ് ഇൻഡെക്സ്, എന്ത് വച്ചിട്ടാണ് ദാരിദ്ര്യമുള്ളവർ എന്ന ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തത്? അതിൻ്റെ വരുമാന സീലിംഗ് എത്രയായിരുന്നു? ആ സീലിങ്ങിന് താഴെ വന്നവർ എത്ര പേരുണ്ട്? അവർക്ക് എന്താണ് ചെയ്തു കൊടുത്തത് ഗവൺമെൻറ്? നമുക്ക് പ്രഖ്യാപനങ്ങൾ ഒരുപാട് നടത്താം. ദാരിദ്ര്യം പിന്നെ പഞ്ചവത്സര പദ്ധതിയിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചതെല്ലാം ചെയ്തിരുന്നെങ്കിൽ സ്വപ്ന ഭൂമിയാകുമായിരുന്നു, സ്വർഗമാകുമായിരുന്നു ഇന്ത്യ. പക്ഷേ അത് പറ്റില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റി. ഇപ്പോൾ 2,500 കൊടുക്കുമെന്ന് പറഞ്ഞ് പെൻഷൻ ഇപ്പോഴും വന്ന് 2000-ൽ എത്തിയതുള്ളൂ. ഇനിയിപ്പം ഗവൺമെൻറ്റിന് 6 മാസം സമയം കൊണ്ട് കൂട്ടാനുള്ള സാധ്യതയില്ലല്ലോ. അപ്പോൾ 2,500 എന്ന് പറയുന്നിടത്ത് ഇനിയും കിടക്കുന്നു. അതുപോലെ 21,000 കൊടുക്കുമെന്ന് പറഞ്ഞു. ആശാ വർക്കേഴ്സിലുള്ള സ്കീം തൊഴിലാളികൾക്കെല്ലാം 21,000 കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നെങ്കിൽ ആശാ വർക്കേഴ്സ്, അങ്കണവാടി, പാചക തൊഴിലാളികൾ, അങ്ങനെ ഒരുപാട് പേർക്ക് 21,000 കിട്ടുമായിരുന്നു.
കൊടുത്തില്ലല്ലോ. അപ്പോൾ അത് സർക്കാർ ഭാവനാപൂർണമായ പല കാര്യങ്ങളും സിദ്ധാന്തത്തിൽ എഴുതി വയ്ക്കാനും പഠനം നടത്താനും പ്രഖ്യാപിക്കാനും കഴിയും. അതിലൊന്നും തെറ്റില്ല, ഗവൺമെൻറ്റിന് അത് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രയോഗത്തിൽ വരുമ്പോൾ, സിദ്ധാന്തം മാറി പ്രയോഗത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ അതിദാരിദ്ര്യം ഉള്ള ആളുകൾ ആരാണ്, എത്ര പേർ ഉണ്ടായിരുന്നു, അതിനുള്ള യാഡ് സ്റ്റിക്ക് എന്താണ്, അതിൻ്റെ ഇൻഡെക്സ് എന്തായിരുന്നു, അങ്ങനെ യാഡ് സ്റ്റിക്കും ഇൻഡെക്സും ഒക്കെ പരിഗണിക്കുമ്പോൾ അതിനകത്ത് എത്ര പേർക്ക് എന്ത് ചെയ്തു കൊടുത്തു, അത് വളരെ പ്രധാനമാണ്. ഇപ്പം നവംബർ 1 എന്നുള്ള നാളെ പ്രഖ്യാപിക്കുമ്പോൾ എത്ര പേർക്ക് എന്ത് ചെയ്തു കൊടുത്തു, ഇത്ര പേർക്ക് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾ ഇത്രയും മാറ്റിക്കൊടുത്തു, അവരുടെ വരുമാനത്തിൽ ഞങ്ങൾ ഇത്രയും മാറ്റിക്കൊടുത്തു, ഇപ്പം വളരെ നാമമാത്രമായ വരുമാനം കിട്ടുന്നവരെ ഞങ്ങൾ വലിയ രീതിയിലേക്ക് മാറ്റിക്കൊടുത്തു. ഇതിനിടയിൽ ആശാ വർക്കേഴ്സ് നാളത്തെ അതിദരിദ്രരില്ലാത്തൊരു സമൂഹമായി കേരളത്തെ സ്റ്റേറ്റായി പ്രഖ്യാപിക്കുന്നത് മമ്മൂട്ടി, മോഹൻലാലും കമലഹാസനും കൂടെയാണെന്നുള്ളൊരു വാർത്ത ഇതിനകം പരന്നു. അവർക്ക് ആശാ വർക്കേഴ്സ് കത്തെഴുതിയിട്ടുണ്ട്, ആശാപ്രവർത്തകർ കത്തെഴുതിയിട്ടുണ്ട്. സാർ, ഇങ്ങനെയാണ് കേരളം, ഞങ്ങൾക്ക് കിട്ടുന്നത് 250-260 രൂപയാണ്, അതിനകത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവരെയും കൂടി, ഞങ്ങൾ എവിടെയാണ്, ദാരിദ്ര്യരേഖയ്ക്കകത്താണോ പുറത്താണോ, ഞങ്ങൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നു എന്നറിയണം. അതുകൂടി മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാവൂ അല്ലെങ്കിൽ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഗൗരവതരമായൊരു ചോദ്യമാണ്. അത് സാങ്കേതിക വിദഗ്ധരും ശാസ്ത്രജ്ഞരും സാമൂഹ്യ നിരീക്ഷകരും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ചോദിക്കുമ്പോൾ അതിൻ്റെ മാനം വലുതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എന്താണ് കേരള സർക്കാരിൻ്റെ അതിദാരിദ്ര്യം വിമുക്തമായ ഒരു കേരളത്തിൻ്റെ ഇൻഡെക്സ് എന്താണ്, അതിൽ വരുമാനത്തിൻ്റെ സാധ്യത എത്രയായിരുന്നു അല്ലെങ്കിൽ എത്രയാണ്, അതിൽ എത്ര പേർ താഴേക്ക് വന്നു, ആ താഴേക്ക് വന്ന അല്ലെങ്കിൽ അതിദാരിദ്ര്യരായി കണ്ടെത്തിയവരിൽ എത്ര പേർക്ക് എന്ത് ചെയ്തു കൊടുത്തു, ഇത് വളരെ പ്രധാനമായിട്ടൊരു വലിയ ഒരു പത്രപരസ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പബ്ലിക്കിന് പൊതു പ്ലാറ്റ്ഫോറത്തിൽ കിട്ടുന്ന നിലയിലേക്ക് ഇത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ബാധ്യത ഗവൺമെൻറ്റിനില്ലേ എന്നൊരു ചോദ്യം. കാരണം ഇതൊരു സെൻസിറ്റീവായ ഒരു വിഷയമാണ്. കാരണം ഇത് വരുന്നത് നല്ലതാണ്. പല കാര്യങ്ങളിലും കേരളം സാക്ഷരതയുടെ കാര്യത്തിൽ മുന്നോട്ട് പോയി, ഒരുപാട് മുന്നോട്ട് പോയി. ഇപ്പം നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത 1-ാം സ്ഥാനത്തല്ല, നമ്മുടെ മുകളിൽ വേറെ സ്റ്റേറ്റുകളുണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് പോയി. ആരോഗ്യരംഗത്ത് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി, സാർവത്രിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോയി, വനിതകളെ കൂടുതൽ ശാക്തീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ പഞ്ചായത്ത് രാജിലൊക്കെ 50% വനിതകളാണ്. വനിതകളെ ശാക്തീകരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതും നമുക്കൊരു യാഡ് സ്റ്റിക്കായി, നാളെ ഒരു അഭിമാന പദ്ധതിയായി, അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിൻ്റെ ഒരു എന്താണ് പ്രോഗ്രസീവ് ഇൻഡെക്സായി, ഡെവലപ്മെൻറ്റൽ ഇൻഡെക്സായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഈ കരട് ഇവിടെ നിൽപ്പുണ്ട്. ഈ കരട് മാറ്റുന്നതിന് സർക്കാരിൻ്റെ ഉത്തരം എന്താണെന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്, പൊതുസമൂഹത്തിന് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് സോഷ്യൽ ഇൻഫ്ലുവൻസർമാരിലായിട്ടുള്ള സാമൂഹ്യമായി കാര്യങ്ങളെ സ്വാധീനിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇതിന് സംശയങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ആ സംശയം ഞങ്ങൾ ഉയർത്തുന്നു. തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായി തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും നല്ല പദ്ധതി എന്നുള്ള നിലയിൽ ഏത് കാര്യവും നന്മ വരുന്നതിനെല്ലാം നമ്മൾ കൂടെയുണ്ട്. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ.